പ്രൈസലോ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രയാസത്തിൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് മുൻപോട്ട് കടന്നു പോകാൻ കഴിയുന്നില്ല, വേദനയുടെ അവസ്ഥയിലാണ് എന്ന് കരുതുന്ന ദൈവമക്കളോട് കർത്താവ് എന്ന പകൽക്കാലം ഇടപെടുക. നീ അനുഭവിക്കുന്ന വേദനയ്ക്കും നീ കടന്നു പോകുന്ന പെയിൻഫുള്ളായിട്ടുള്ള ഓരോ സാഹചര്യങ്ങൾക്കും കർത്താവിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമൺ പാത്രം പോലെ കർത്താവ് പണിഞ്ഞുകൊണ്ടിരിക്കുക നിന്നെ. ആ ഒരു കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണാണ് ആദ്യം കയ്യിലിരിക്കുന്നത്. അതിനെ പണിഞ്ഞു മെനഞ്ഞ് പുറത്തു കൊണ്ടുവരുന്നിടം വരെ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനകത്ത് നടക്കുന്ന ചില വേദനകൾ, ചില പ്രയാസങ്ങൾ ഒരിക്കലും നിന്നെ തകർത്ത് കളയാനല്ല. ആ പാത്രം പുറത്തു വരുമ്പോൾ, കുശവൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം പണിഞ്ഞ് പുറത്തു വരുമ്പോൾ അത് പല ഷേപ്പിലുണ്ട്, പല രൂപത്തിലുണ്ട്. അനേകർക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ആ പാത്രം അനേകർ പ്രയോജനപ്പെടുന്നതാണ്. കുശവൻ പണിഞ്ഞ് പുറത്തു കൊണ്ടുവരുമ്പോൾ അനേകർക്ക് അത് പ്രയോജനപ്പെടുന്നതായിത്തീരും. എന്നതുപോലെ ഇപ്പോൾ നീ കടന്നു പോകുന്ന ഈ പ്രയാസത്തിനും വേദനയ്ക്കും പിറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടണ്ട. നിന്നെ കർത്താവ് പണിഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ കർത്താവ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തിനാ? അനേകർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി. അതിനാൽ കർത്താവിൻ്റെ കയ്യിൽ താണിരുന്ന് കൊടുക്കുക. ആ പ്രോസസ്സ് കഴിയുന്നിടം വരെ ചില വേദനകളും പ്രയാസങ്ങളും കാണും. അതിനെയൊക്കെ ഫേസ് ചെയ്ത് തരണം ചെയ്യാനുള്ള കൃപ നിനക്ക് ദൈവം തരും. ഒരിക്കലും ആ പാത്രം പണിയപ്പെടൽ നടക്കുമ്പോൾ കുശവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഈ പ്രോസസ്സിലൂടെ, പെയിൻഫുള്ളായിട്ടുള്ള വേദനയുടെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴും നീ കർത്താവിൻ്റെ കരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ശത്രുവിന് നിന്നെ തൊടാൻ പോലും കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് കാത്തിരിക്കുക. ഈ ഒരു സാഹചര്യം നീ മറികടക്കും, പുറത്തു വരും. നിന്നെ അനേകർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ, അനേകർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ കർത്താവ് നിന്നെ ഉപയോഗിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ.